അഭിമാനത്തോടെയാണ് നാം എല്ലാവരും ഈ ദിവസത്തെ നോക്കിക്കാണേണ്ടത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെ ചരിത്രത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും സോഷ്യലിസ്റ്റ് മൂവ്മെന്റുകളും നൽകിയ സംഭാവനകളെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ നിന്ന് മായ്ച്ചു കളയപ്പെട്ടത് നമ്മുടെ മുമ്പിലുണ്ട്. ഇവിടെ സഖാക്കൾ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെ ചരിത്രത്തിൽ നാം ഈ റാലിയുമായി കടന്നു വരുമ്പോൾ, മാർച്ചുമായി കടന്നു വരുമ്പോൾ നമ്മൾ വിളിച്ചൊരു മുദ്രാവാക്യം ഇൻക്വിലാബ് സിന്ദാബാദ്. ഇൻക്വിലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ഇന്ത്യയിലെ ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് കേൾക്കാൻ കഴിയില്ല. ഇൻക്വിലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യത്തിന്റെ ചരിത്രം എങ്ങനെയാണോ മായ്ച്ചു കളഞ്ഞത്, അതുപോലെ തന്നെയാണ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ സ്വാതന്ത്ര്യ സമര ചരിത്രവും ഇവർ മായ്ച്ചു കളഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ്. ഇൻക്വിലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം വിളിക്കാൻ മടികാണിക്കുന്നവർ വന്ദേമാതരം പൂർണ്ണമായി ആലപിക്കാൻ ഒരു മടിയുമില്ലെന്ന് AICC ആസ്ഥാനത്ത് നമ്മളെ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഈ നാട് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട, ഈ നാട്ടിൽ ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷതയും ഈ നാടിന്റെ ജനാധിപത്യവും സംരക്ഷിക്കപ്പെടാൻ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിന്ന് നമ്മൾ വിചാരിക്കുന്നവർ പോലും അവരുടെ AICC ആസ്ഥാനത്ത് പോലും വന്ദേമാതരത്തിന്റെ അവസാന ഇരടികൾ കൂടി വായിച്ചു തീർത്തത് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുകയാണ്. ഏത് കാലത്താണ് എന്നോർക്കണം. ഇന്നും ഇന്നലെയുമായി കഴിഞ്ഞ ദിവസങ്ങളായി, ആഴ്ചകളായി ഈ രാജ്യം ചർച്ച ചെയ്യുന്നത് തന്നെ ആ വന്ദേമാതരത്തെ കുറിച്ചാണ്, അതിന്റെ ഇരടികളിലുള്ള പ്രശ്നങ്ങളെ കുറിച്ചാണ്, അതിന്റെ രാഷ്ട്രീയ ശരികേടുകളെ കുറിച്ചാണ്. അപ്പോഴാണ് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്തു എന്ന് അവകാശപ്പെടുന്ന പ്രസ്ഥാനം. എന്നാൽ ഇന്ന് ആ അവകാശപ്പെടാൻ ഒന്നുമില്ലാത്ത ഒരു പ്രസ്ഥാനമായി നമ്മുടെ മുമ്പിൽ നഗ്നമായി അവരുടെ മതനിരപേക്ഷ മുഖം മൂടി അടിഞ്ഞു വീഴുന്നത് നമ്മൾ കാണുകയാണ്. നമുക്കറിയാം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അസ്രത് മൊഹാനി എന്ന് പറയുന്ന സയ്യിദ് അസ്രത് മൊഹാനിയാണ് ഇൻക്വിലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ആദ്യമായി എഴുതുന്നത്. എന്നാൽ ഭഗത് സിംഗ് ആണ് അത് ഒരു പ്രത്യേക സമര പോരാട്ടത്തിന്റെ ഭാഗമായി ആ സമര മുദ്രാവാക്യം ഉയർത്തുന്നത്. അസ്രത് മൊഹാനി എഴുതിയ ഇൻക്വിലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യത്തെ പിന്നീട് ഭഗത് സിംഗ് ഒരു സമര പോരാട്ടത്തിന്റെ ഭാഗമായി ഏറ്റെടുക്കുകയും ഈ രാജ്യത്തെ യുവാക്കളെ ചേർത്ത് നിർത്തി 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടായതെങ്കിൽ 1920-കൾക്ക് ശേഷം ഈ രാജ്യത്തിന്റെ സമര പോരാട്ടങ്ങളുടെ ചിത്രം തന്നെ മാറിയത് ഭഗത് സിംഗ് പോലെയുള്ള ഇടതുപക്ഷ നേതാക്കളുടെ, അസ്രത് മൊഹാനിയെ പോലെയുള്ള ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ വേരോട്ടം ഈ രാജ്യത്തുണ്ടായതിനു ശേഷമാണ്. ഒക്ടോബർ വിപ്ലവത്തിന് ശേഷം രാജ്യത്തുണ്ടായ മാറ്റങ്ങൾ, സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിലുണ്ടായ മാറ്റങ്ങളൊക്കെ നമ്മുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തെ അതിവേഗത്തിലാക്കി എന്നുള്ളതാണ്. എന്നാൽ ചരിത്രത്തിൽ അതെല്ലാം തമസ്കരിക്കപ്പെടുന്നു എന്നുള്ളതാണ്. മഹാത്മാഗാന്ധിയാണ് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെ ഐക്കൺ. അത് നമ്മൾ അംഗീകരിക്കുമ്പോൾ തന്നെ ഭഗത് സിംഗിനെ പോലെയുള്ള പോരാട്ടത്തിന്റെ വിപ്ലവ പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിലേക്ക് കടന്നു വന്നവരെ ചരിത്രത്തിൽ അനുസ്മരിക്കുന്നില്ല എന്നുള്ളത്, വിസ്മരിക്കപ്പെടുന്നു എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതാണ്. ഞാൻ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ കുറിച്ചുള്ള എന്റെ മുൻധാരണ, അവർ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുത്തവരാണ് എന്ന ചരിത്രത്തെ പഠിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്തൊരു കാലത്ത് ഞാൻ ഓർക്കുകയാണ്. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക്, CPIM-ന്, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക്, DYFI-ക്ക് അല്ലെങ്കിൽ അത്തരം വിപ്ലവ പ്രസ്ഥാനങ്ങൾക്ക് സ്വാതന്ത്ര്യ സമരത്തിന് ഒരു പങ്കുമില്ല. അവർ ഈ രാജ്യത്തെ സ്വാതന്ത്ര്യ സമരത്ത് ഒറ്റുകൊടുത്തവരാണ് എന്ന ചരിത്രത്തെയാണ്, തെറ്റായ ചരിത്രത്തെയാണ് ഈ രാജ്യം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ അടുത്ത കാലത്തൊരു സമരം നമ്മുടെ ജന്തർ മന്ദിറിൽ, ഡൽഹിയുടെ തെരുവിൽ ഒരു സമരം കണ്ടു. ആ സമരം കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്ന CJP-യുടെ നേതൃത്വത്തിലാണ് ആ സമരം ഉണ്ടായത് എന്നാണ് നമ്മൾ എല്ലാവരും മാധ്യമങ്ങളിലൂടെ ഒക്കെ വായിച്ചത്. എന്നാൽ ആ സമരത്തിന് മുമ്പ് SFI-യുടെ നേതൃത്വത്തിൽ, DYFI-യുടെ നേതൃത്വത്തിൽ സഖാവ് MABB ഉൾപ്പെടെയുള്ള അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി, CPIM-ന് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള നേതാക്കൾ ആ സമരത്തിന് മുമ്പിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഐഷി ഘോഷിനെ പോലെ SFI-യുടെ ദേശീയ നേതാക്കൾ ആ സമരത്തിന്റെ മുഖമായി അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ആ സമരത്തിന് മുമ്പിൽ അതിനെ വെടിയുച്ചകൾ കൊണ്ട്, ലാത്തി കൊണ്ട്, പെൺകുട്ടികളുടെ പിൻഭാഗത്ത് പോലും
ലാത്തികൊണ്ട് മർദ്ദിച്ച് ആ പെൺകുട്ടികളെ സമരത്തിൽ നിന്ന് പിൻവലിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയപ്പോ, ആ സമരത്തെ അടിച്ചൊതുക്കാനുള്ള സമരങ്ങൾ നടത്തിയപ്പോ RSSന്റെ തീരുമാനപ്രകാരം ആ സമരത്തിന് പങ്കെടുക്കുന്ന ആൺകുട്ടികളെയും പെൺകുട്ടികളെയും അധിക്ഷേപിച്ചുകൊണ്ട് ആക്രമിച്ചുകൊണ്ട് ആ സമരത്തെ അടിച്ചമർത്താനുള്ള ശ്രമങ്ങൾ നടത്തിയപ്പോ ആ ശ്രമങ്ങൾ മുഴുവൻ പരാജയപ്പെടുത്തിക്കൊണ്ട് RSSന്റെ തിട്ടൂരത്തിന്റെ മുമ്പിൽ ആ സമരം വിജയമായി കടന്നു വന്നപ്പോ ദിവസങ്ങൾക്കുള്ളിൽ RSSന്റെ പോലീസ് കടന്നു ചെന്ന ഓഫീസ് ഒരു തിട്ടൂരവുമായി, ഒരു അറസ്റ്റ് വാറന്റുമായി കടന്നു ചെന്നത് കോൺഗ്രസിന്റെ ഓഫീസിലേക്കായിരുന്നില്ല, അത് AKG ഭവനിലേക്കായിരുന്നു, CPIMന്റെ ഓഫീസിലേക്കായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ സമരം വിജയിച്ചതിന്റെ പേരിൽ ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കളുടെ വീട്ടിലേക്കോ ഓഫീസിലേക്കോ അല്ല RSSന്റെ തിട്ടൂരമായി അറസ്റ്റ് വാറന്റുമായി പോയത് വൈശ്യഘോഷന് നേരെ CPIMന്റെ ഓഫീസിലേക്കാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഇപ്പോഴും കോൺഗ്രസുകാർ പറയും, എന്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി? കേരളത്തിൽ മാത്രമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് രാജ്യത്ത് എന്ത് ചെയ്യാനുണ്ട്? കേരളത്തിൽ മാത്രം ഏതാനും സംസ്ഥാനത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പലസ്തീൻ ഐക്യദാർഢ്യ പ്രകടനം നടത്തുമ്പോ, ഇവർക്കിവിടെ പ്രകടനം നടത്തുമ്പോ പലസ്തീനിൽ പാവപ്പെട്ട കുഞ്ഞുമക്കൾ അവിടെ മരിച്ചു വീഴുമ്പോ DYFIയുടെ പ്രകടനം ഈ മണ്ണിൽ ഈ വടകരയിൽ നടക്കുമ്പോ, ഈ തെരുവിൽ നടക്കുമ്പോ കോൺഗ്രസിന്റെ നേതാക്കൾ ചോദിക്കും, ഇവിടെ പ്രകടനം നടത്തിയിട്ട് DYFIക്കാരൻ പന്തം കൊളുത്തി പ്രകടനം നടത്തുമ്പോ നെതന്യാഹു അവിടെ യുദ്ധം അവസാനിപ്പിക്കുമെന്നാണോ ഇവർ കരുതുന്നത് എന്ന് ചോദിക്കുന്നവരെ കോൺഗ്രസുകാർ. അവരാണ് വന്ദേമാതരത്തിന്റെ അവസാന ഇരടിയും ചൊല്ലി തീർക്കുന്നത് വരെ എന്ന് AICCയുടെ ആസ്ഥാനത്ത് നമ്മൾ കണ്ടത്. ഈ കേരളത്തിന്റെ ഇട്ടാവട്ടത്ത് മാത്രമുള്ളൂ എന്ന് നിങ്ങൾ പരിഹസിച്ച SFIയുടെ DYFIയുടെ നേതാക്കളെ തേടിയാണ് ഡൽഹി ജന്തർ മന്ദിറിലെ സമരത്തിനു ശേഷം RSSന്റെ പോലീസ് കടന്നു ചെന്നതെന്ന് ഈ നാട് തിരിച്ചറിയുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ ബ്രിട്ടീഷുകാരുമായി ഡയലോഗ് നടത്തി ആശയവിനിമയം നടത്തിയ ഒരു സമരമായിരുന്നു. ആ സമരത്തെ നമ്മൾ അംഗീകരിക്കുകയാണ്. അഹിംസയിലൂന്നിയ ആ സമരത്തിന്റെ ഭാഗമായി ബ്രിട്ടീഷ് നേതൃത്വത്തോട് വലിയ സഹന സമരങ്ങൾ, വലിയ പോരാട്ടങ്ങളൊക്കെ നടത്തി തന്നെയാണ്. എന്നാൽ ആ സമരത്തിന്റെ ഗതിവിഗതികളെ മാറ്റിമറിച്ചത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഈ രാജ്യത്തിന്റെ സമരത്തിന്റെ ഭാഗമായി കടന്നു വന്നതിന് ശേഷമാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് നരേന്ദ്രമോദി ഈ രാജ്യത്ത് മുഴുവൻ കടന്നു വന്ന് പറഞ്ഞു, 400-ലധികം സീറ്റുകളുമായി ഈ രാജ്യത്ത് RSSന്റെ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടം വീണ്ടും അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞ് ഈ രാജ്യത്ത് മുഴുവൻ പ്രചരണം നടത്തി കടന്നുപോയ BJPയെ പിടിച്ചുകെട്ടാൻ 400 സീറ്റിലേക്ക് അടുക്കാതെ 200ഓളം സീറ്റുകൾ BJP എന്ന പാർട്ടിയെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞത് ആ സമരത്തിന്റെ പിന്നിൽ അത് കർഷക സമരത്തിന്റെ പ്രതിഫലനമായിരുന്നു. RSSനെയും BJPയെയും ഈ രാജ്യത്ത് പിടിച്ചു നിർത്താനുള്ള ഒരു സമരത്തിന്റെ ഒരു ശ്രമമെങ്കിലും ഉണ്ടായത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തിലായിരുന്നു. ആ കർഷക സമരത്തിന് നേതൃത്വം എടുത്തത് ഈ രാജ്യത്തെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണ്. അവിടെയൊന്നും കോൺഗ്രസ് കാണുന്നില്ല. അവിടെയൊന്നും ഈ രാജ്യത്തിന്റെ മൊത്ത കച്ചവടക്കാരാണ്, ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം നേടിയെടുത്തവരാണെന്ന് അവകാശപ്പെടുന്നവരെ കാണുന്നില്ല. അവർ RSSന് മുമ്പിൽ ആദർശത്തെ പണയം വെക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. ആ കാലഘട്ടത്തിലാണ് നമ്മൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്. 1919കളിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അശ്രത്ത് മൊഹാനി ഇൻകുലാബ് സിന്ദാബാദ് മുദ്രാവാക്യം എഴുതിയ അതേ കാലഘട്ടത്തിൽ തന്നെയാണ് പൂർണ്ണ സ്വരാജ് എന്ന മുദ്രാവാക്യത്തെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. പൂർണ്ണ സ്വരാജ്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമായ സ്വാതന്ത്ര്യം. ബ്രിട്ടീഷുകാർ ഈ രാജ്യത്ത് നിന്ന് ഓടിപ്പോയി ഈ രാജ്യത്തെ ജനങ്ങൾക്ക് നൽകണം പൂർണ്ണ സ്വരാജ്. അതാണ് ഞങ്ങളുടെ മുദ്രാവാക്യമെന്ന് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ പറഞ്ഞപ്പോൾ അന്ന് മഹാത്മാഗാന്ധി പറഞ്ഞു, അതിലേക്ക് നമ്മൾ ഇപ്പൊ പോകണ്ട. അന്ന് കോൺഗ്രസ് നേതൃത്വം പറഞ്ഞു, പൂർണ്ണ സ്വരാജ് എന്ന മുദ്രാവാക്യത്തിലേക്ക് ഇപ്പോ നമ്മൾ പ്രവേശിക്കേണ്ടതില്ല. നമ്മൾ അവരോട് ആശയപരമായ പോരാട്ടം നടത്തി, ആശയവിനിമയം നടത്തി ഈ സമരം വിജയിപ്പിക്കാൻ കഴിയും എന്ന പ്രതീക്ഷയിലായിരുന്നു ഗാന്ധി. എന്നാൽ പിന്നീട് 10 വർഷങ്ങൾക്ക് ശേഷം കോൺഗ്രസിന്റെ സമ്മേളനം ചേർന്ന് പൂർണ്ണ സ്വരാജ് എന്ന ഇടതുപക്ഷത്തിന്റെ മുദ്രാവാക്യം അവർ ഏറ്റെടുത്തു. അതൊരു പ്രമേയമായി അവതരിപ്പിച്ചു. നമ്മളെ ഇപ്പോൾ പരിഹസിക്കുന്നവർ എവിടെയുണ്ട്? ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് ചോദിക്കുന്നവർ, ലോകത്തിന്റെ സമാധാനത്തിന് വേണ്ടി നമ്മൾ ഒരു പ്രകടനം നടത്തുമ്പോൾ എന്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് ചോദിക്കുന്നവർ, ഈ രാജ്യത്തിന്റെ തെരുവിൽ സമരം ചെയ്യാൻ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഇറങ്ങുമ്പോൾ ഇടതുപക്ഷത്തിന് ഇവിടെ എന്ത് പ്രസക്തി എന്ന് ചോദിക്കുന്നവർ,
പൂർണ്ണ സ്വരാജ് എന്ന മുദ്രാവാക്യം ഇടതുപക്ഷം ഉയർത്തിയപ്പോ അന്നും ഇതേ പരിഹാസത്തോടുകൂടി അല്ലെങ്കിൽ ഇതേ അവജ്ഞയോടുകൂടി അതിനെ തള്ളിക്കളഞ്ഞവർ പിന്നീട് ആ സമരത്തെ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ഉയർത്തുന്ന ഈ മുദ്രാവാക്യം അത് ഇന്ത്യയിലെ ഓരോ ജനാധിപത്യ വിശ്വാസികൾക്കും ആ സമരത്തെ ഏറ്റെടുക്കേണ്ടി വരും. ആ സമരത്തെ ഏറ്റെടുക്കാതെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ കരുത്താർജിച്ചാലല്ലാതെ നമുക്ക് ഈ നാടിനെ തിരിച്ചു പിടിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇടതുപക്ഷ ആശയങ്ങളെ തിരിച്ചു പിടിച്ചാലല്ലാതെ നമുക്ക് ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷതയെ തിരിച്ചു പിടിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇന്നിപ്പോ കോൺഗ്രസ് ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും കേരളത്തിലൊഴികെ, കേരളത്തിൽ നമ്മളത് നേരത്തെ തന്നെ അതൊരു വിവാദമായി ചർച്ചയായി വാദപ്രതിവാദങ്ങളുണ്ടായി മാധ്യമങ്ങൾ സസൂക്ഷ്മം അത് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ നിങ്ങൾ വന്ദേമാതരം ആലപിക്കുമോ എന്ന മാധ്യമങ്ങൾ ചോദ്യം ഉന്നയിക്കുക കൂടി ചെയ്ത സാഹചര്യത്തിൽ വന്ദേമാതരം ആലപിച്ചില്ല. എന്നാൽ കോൺഗ്രസ് ഭരിക്കുന്ന മുഴുവൻ സംസ്ഥാനങ്ങളിലും അത് പൂർണ്ണമായി ആലപിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു ഗീതം, ഏതെങ്കിലും ഒരു പാട്ട് പൂർണ്ണമായി ആലപിക്കുന്നു എന്നതുകൊണ്ടെന്ന് സംഭവിക്കുന്നു എന്നതിനും അപ്പുറത്ത് നമ്മൾ ഉയർത്തുന്ന രാഷ്ട്രീയം, നമ്മൾ ഉയർത്തുന്ന ഒരു ദേശീയ രാഷ്ട്രീയത്തിന്റെ കോൺഗ്രസ് തന്നെ ഒരു കാലത്ത് തള്ളിപ്പറഞ്ഞ 1937 തള്ളിപ്പറഞ്ഞ വന്ദേമാതരം പൂർണ്ണമായി ആലപിക്കേണ്ടതില്ല എന്ന് കോൺഗ്രസ് തന്നെ തീരുമാനിച്ച ആ വന്ദേമാതരം പൂർണ്ണമായി ആലപിക്കുന്നു എന്നുള്ളത് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ്. എന്നിട്ട് അവർ നോക്കി നമ്മളെ നോക്കി പറയും നമ്മളാണ് RSSന്റെ PT, ഇടതുപക്ഷം CPM RSSന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വന്നപ്പോഴാണ് ആ പ്രചരണത്തിന്റെ കരുത്ത് എത്രത്തോളമുണ്ട് എന്ന് നാട് തിരിച്ചറിഞ്ഞത്. ആ പ്രചരണം എത്രത്തോളം ജനങ്ങളിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്ന് തിരിച്ചറിഞ്ഞത് തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷമാണ്. എന്നാൽ നിങ്ങൾ ഓരോ ചരിത്രം എടുത്തു നോക്ക്, നിങ്ങൾ ഓരോ കാലഘട്ടവും എടുത്തു നോക്ക്. ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷതയ്ക്ക് കോട്ടം തട്ടുന്ന എല്ലാ ഘട്ടത്തിലും ഇടതുപക്ഷവും CPIM-ഉം DYFI-യും ആ ഉത്തരവാദിത്വം കൃത്യമായി നിർവഹിച്ചിട്ടുണ്ട്. 1992 ഡിസംബർ 6-നാണല്ലോ ബാബരി മസ്ജിദ് തകർക്കപ്പെടുന്നത്. ഞാൻ ആ ചരിത്രം പൂർണ്ണമായി പറയുന്നില്ല. ആ ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടു എന്ന് അവിടെ നിൽക്കട്ടെ. ഏതെങ്കിലും ഒരു പള്ളി തകർക്കപ്പെട്ടു എന്നത് മാത്രമല്ലല്ലോ പ്രശ്നം. കുറെ കാലമായി നമസ്കാരവും ആരാധനയും നിർവഹിച്ചിട്ടില്ലാത്ത ഒരു പള്ളി തകർക്കപ്പെട്ടു, ഒരു ബിൽഡിംഗ് തകർക്കപ്പെട്ടു എന്നുള്ളത് മാത്രമല്ല പ്രശ്നം. അതിന്റെ പേരിൽ ആയിരക്കണക്കിന് മനുഷ്യരാണ് ഈ തെരുവിൽ പിടഞ്ഞു മരിച്ചത്. ആയിരക്കണക്കിന് മനുഷ്യർ രഥയാത്രയുമായി കടന്നു വന്ന തെരുവീതികളിലൊക്കെ എത്രയോ മനുഷ്യരാണ് കൊല്ലപ്പെട്ടത്. അതിൽ പ്രതികളായ ആളുകൾക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ പോലും ഈ രാജ്യം ഭരിച്ച കോൺഗ്രസിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഞാൻ അതിന്റെ മുഴുവൻ ചരിത്രം പറയില്ല. അത് കോൺഗ്രസ് ഈ രാജ്യം ഭരിക്കുമ്പോഴാണ്. കോൺഗ്രസ് ഈ രാജ്യത്തിന്റെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിരിക്കുമ്പോഴാണ് മഹാത്മാഗാന്ധി കൊല്ലപ്പെടുന്നത്. അങ്ങനെ എത്ര സംഭവങ്ങൾ ഈ രാജ്യത്തുണ്ടായി. ഗുജറാത്തിന്റെ തെരുവീതിയിൽ ഇന്ന് അയാൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. എത്ര മനുഷ്യരെയാണ് കൊന്നു കളഞ്ഞത്. അങ്ങനെ ഈ രാജ്യത്തിന്റെ എല്ലാ മതനിരപേക്ഷ കരുത്തുകളെയും എല്ലാ മതനിരപേക്ഷ തൂണുകളെയും ഇല്ലാതെയാക്കി എന്നതാണ് കഴിഞ്ഞ കാലങ്ങളിൽ കോൺഗ്രസ് ഈ രാജ്യത്ത് നൽകിയ സംഭാവന. അത് തന്നെയാണ് RSSന്റെ നേതൃത്വത്തിൽ ഇന്ന് രാജ്യത്ത് BJP ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോ BJP പിരിച്ചുവിടേണ്ടി വരും എന്ന സാഹചര്യത്തിലേക്ക് കോൺഗ്രസ് മാറിക്കൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസ് BJP-യേക്കാൾ വലിയ ദേശസ്നേഹികളായി, അപാരമായ ദേശസ്നേഹികളായി കോൺഗ്രസ് മാറിക്കൊണ്ടിരിക്കുന്നു. ദേശസ്നേഹികൾ എന്ന് പറഞ്ഞാൽ ഇൻവെർട്ടഡ് കോമയിൽ ഇടേണ്ട ദേശസ്നേഹമാണ്. എങ്ങനെയാണ് ഈ രാജ്യം ബീഫ് കഴിക്കുന്ന മനുഷ്യരെ, മക്കളെ നിങ്ങൾ അവിടെ സംസാരിക്കുന്ന വളരെ നന്നായി ഇവിടെ കേൾക്കും. ഇവിടുന്ന് പറയാൻ അങ്ങോട്ട് കേൾക്കുന്നുണ്ടോ? സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ രക്തസാക്ഷിത്വം വരിച്ച നേതാക്കൾ ഏത് രാജ്യത്തിന് വേണ്ടിയാണോ സമരം ചെയ്തത്? ആ ഗാന്ധിയെ കൊന്നവരുടെ പിന്മുറക്കാർ തന്നെ ഈ രാജ്യം ഭരിക്കുന്നു എന്നുള്ളതാണ്. മഹാത്മാഗാന്ധിയുടെ സഹന സമരം 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രിയിൽ ഈ രാജ്യം സ്വതന്ത്രമായി. ഓഗസ്റ്റ് കഴിഞ്ഞ് സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി
ജനുവരി 14 കഴിയുമ്പോൾ 5 മാസം, അത് കഴിഞ്ഞ് ജനുവരി 30-ന് 5 മാസവും 14-15 ദിവസവും കഴിഞ്ഞപ്പോ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന് നേതൃത്വം കൊടുത്ത, ഈ രാജ്യത്ത് തന്റെ അടിമുതൽ മുടിവരെ സമരമായിരുന്ന ഒരു മനുഷ്യൻ, ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്ക് സർവ്വതും സമർപ്പിച്ച ഒരു മനുഷ്യൻ, അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് വിളിക്കപ്പെട്ട പ്രിയപ്പെട്ട ഗാന്ധിജി നടന്നാൽ അത് ദണ്ഡിയാത്രയാണ്, സമരമാണ്. ഗാന്ധിജി സംസാരിച്ചാൽ അതൊരു വലിയ പ്രഭാഷണമാണ്. ഗാന്ധിജി ഒരു സ്ഥലത്തിരുന്നാൽ അത് ഉപവാസ സത്യാഗ്രഹ സമരമാണ്. ഗാന്ധിജി പട്ടിണി കിടന്നാൽ, ഒരു മനുഷ്യൻ പട്ടിണി കിടക്കുമ്പോ അത് സമരമാകുന്ന ഒരു മനുഷ്യന് സ്വാതന്ത്ര്യം കിട്ടി 5 മാസവും 15 ദിവസവും കഴിയുന്നതിന് മുമ്പ് ഈ രാജ്യത്തിന്റെ വിരുമാറിലിട്ട് വെടിവെച്ചു കൊന്ന നാഥുറാം വിനായക് ഗോഡ്സെ എന്ന് പറയുന്ന RSSകാരൻ, ആ RSSകാരന് ആശയപരമായ ആവേശമായത് ഗോൾവൾക്കറുടെ പുസ്തകമാണെന്ന് നാഥുറാം വിനായക് ഗോഡ്സെ പിന്നീട് കോടതിയിൽ പറയുകയുണ്ടായി. എനിക്ക് ആവേശമായത് ഗോൾവൾക്കറുടെ പുസ്തകങ്ങളാണ്, ആശയങ്ങളാണ് എന്നാണ് ഗോഡ്സെ പറഞ്ഞത്. ആ ഗോൾവൾക്കറുടെ ഫോട്ടോക്ക് മുമ്പിൽ കൈകൂപ്പി നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ആ ഗോൾവൾക്കറുടെ ഫോട്ടോക്ക് മുമ്പിൽ കൈകൂപ്പി നിൽക്കുന്ന ഒരാൾ ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന് സർവ്വതും സമർപ്പിച്ച ഒരു മനുഷ്യന്റെ വിരിമാറിലേക്ക് വെടിയുതിർത്ത് കൊന്നുകളഞ്ഞ നാഥുറാം വിനായക് ഗോഡ്സെക്ക് എല്ലാ പ്രചോദനവും നൽകിയ ഗോൾവൾക്കറുടെ മുമ്പിൽ കൈകൂപ്പി നിൽക്കുന്ന ഒരാൾ ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുന്നു എന്നുള്ളതാണ്. ആ മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോ, ആ സത്യപ്രതിജ്ഞ ചടങ്ങിൽ ഇന്നിപ്പോ രാജ്യം മുഴുവൻ ഇത് ചർച്ച ചെയ്യാണല്ലോ, വന്ദേമാതരത്തെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യാണല്ലോ. ആ കേരളത്തിന്റെ മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ചടങ്ങിൽ ഈ വന്ദേമാതരം പൂർണ്ണമായി ആലപിക്കപ്പെട്ടു. ഇതൊരു അജണ്ടയായി വരുന്നത് കൊണ്ടാണ്. വന്ദേമാതരം ഇഷ്ടമുള്ളവർക്ക് ആലപിക്കാം, അതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് അജണ്ടയായി വരുമ്പോ, ജയ് ശ്രീരാം എന്ന ആവശ്യമുള്ളവർക്ക് വിളിക്കാം. പക്ഷെ അതൊരു അജണ്ടയായി വരുമ്പോ വന്ദേമാതരം എന്ന് പറഞ്ഞ് ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷതയ്ക്ക് വേണ്ടി സംസാരിച്ചവരുടെ ഇടനെഞ്ചിലേക്ക് വെടിയുണ്ടകൾ തീർത്ത് കൊന്നുകളയുമ്പോ, പിടഞ്ഞു വീണ് മരിച്ച മഹാത്മാഗാന്ധിയും ഹേ രാം, എന്റെ രാമ എന്ന് വിളിച്ചാണ് ഗാന്ധി കൊല്ലപ്പെടുമ്പോഴും പിടഞ്ഞു വീണത്. മഹാത്മാഗാന്ധി അവസാന ദിവസങ്ങളിൽ നമ്മൾ പറയും ഈ രാജ്യം ഒരു രക്തച്ചൊരിച്ചിലുമില്ലാതെയാണ് സ്വാതന്ത്ര്യം നേടിയത് എന്നൊക്കെ പറയും. നമ്മുടെ മുമ്പിൽ ഒരുപാട് ചരിത്രമുണ്ട്. ജാലിയൻ വാലാബാഗിന്റെ ചരിത്രമുണ്ട്, ചൗരി ചൗര സംഭവത്തിന്റെ ചരിത്രമുണ്ട്, വെടിവെപ്പുകളുടെ ചരിത്രമൊക്കെ. എന്നിട്ട് നമ്മൾ പറയും രക്തം പൊടിയാതെ നമ്മൾ സ്വാതന്ത്ര്യം നേടിയെന്നൊക്കെ പറയുമ്പോഴും, സ്വാതന്ത്ര്യത്തിന് ശേഷവും ഈ രാജ്യം കലാപകലുഷിതമായ രാജ്യമായിരുന്നു നമ്മുടെ രാജ്യം. പാകിസ്ഥാനിലുള്ള ആളുകൾ ഇന്ത്യയിലേക്ക് വരാൻ ആഗ്രഹിച്ച്, ഇന്ത്യയിലുള്ളവർ പാകിസ്ഥാനിലേക്ക് പോകാൻ ആഗ്രഹിച്ച് തെരുവുകൾ കലാപഭൂമിയായിരുന്നു, തെരുവുകൾ രക്തകലുഷിതമായിരുന്നു, റെയിൽവേ സ്റ്റേഷനിൽ രക്തപ്പുഴയായിരുന്നു. കബന്ധങ്ങൾ നിറഞ്ഞ ഒരു നാടായി ഈ രാജ്യം നിലനിൽക്കുമ്പോ മഹാത്മാഗാന്ധി നിരാഹാര സമരം പ്രഖ്യാപിച്ചു. കൊൽക്കത്തയുടെ തെരുവിലേക്ക് ഗാന്ധി പോയി. ഗാന്ധി ഇടപെട്ട സ്ഥലങ്ങളിലൊക്കെ കലാപം അവസാനിച്ചു. പക്ഷെ കൊൽക്കത്തയിൽ കലാപം അവസാനിച്ചിട്ടില്ല. ഗാന്ധി അങ്ങോട്ട് കടന്നു ചെന്നു. നെഹ്റുവും അന്നത്തെ പോലീസ് സംവിധാനങ്ങളും എല്ലാ സംവിധാനങ്ങളും ഇടപെട്ടിട്ടു. അതുപോലെ തന്നെ ഈ പരിപാടിയിൽ പങ്കെടുത്ത ഡിവൈഎഫ്ഐയുടെ മുൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള, സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച് 80 വർഷം പൂർത്തീകരിക്കുമ്പോൾ രാജ്യത്താകമാനം കേൾക്കുന്നുണ്ടോ? ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ടോ? അതോ ഒരു എക്കോ പോലെ ഉണ്ടോ? പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നതിന് വേണ്ടി ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് ട്രഷറർ സഹോലിനെയോട് അഭ്യർത്ഥിക്കുന്നു. സാറിലെ പ്രതിജ്ഞയാണ്. സഖാക്കൾ മുഷ്ടി ചുരുട്ടി പ്രതിജ്ഞ ചൊല്ലണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പ്രതിജ്ഞ. നൂറ്റാണ്ടുകൾ നീണ്ട കോളനി ഭരണത്തിന്റെ ചങ്ങലക്കെട്ടുകൾ ജീവനും ജീവിതവും നൽകി തകർത്തെറിഞ്ഞ പോരാളികളുടെ പിന്മുറക്കാരാണ് നാം. അടിമ ജീവിതത്തെക്കാൾ മരണമാണ്. നൂറ്റാണ്ടുകളുടെ
കോളനി ഭരണത്തിന് അറുതി വരുത്തിക്കൊണ്ട് രാജ്യം സ്വാതന്ത്ര്യത്തിലേക്ക് കടക്കുമ്പോൾ നിരവധി എൻ്റെ മക്കളുണ്ടായല്ലോ. രക്തസാക്ഷി വിളിക്കുമ്പോൾ അഖിലേക്കാനേറ്റ് വിളിക്കാം. ഞങ്ങളുടെ എന്നല്ലോ